അടുത്ത ഒക്ടോബർ 25 മുതൽ നവംബർ 2 വരെ 7 ദിവസം മെസ്സി കേരളത്തിൽ ഉണ്ടാവും. നമ്മളെ കായിക മന്ത്രി മെസ്സിനൊക്കെ കേരളത്തിലേക്ക് കൊണ്ടുവരാറില്ല, ഭയങ്കരമായിട്ടുള്ള തിരക്കിലാണ്. കുമ്പളം ബ്രദേഴ്സിന് ബൈജു കുമ്പളത്തിന്റെ നേതൃത്വത്തിൽ ചരിത്രം തന്നെ. പിന്നെ അതെല്ലാവർക്കും അറിയാലോ. കായിക മന്ത്രി നേട്ടങ്ങൾ വാരി കൂട്ടിയെന്ന് പറഞ്ഞ് സന്തോഷം ഇങ്ങനെ നടക്കുന്നു. ആ നേട്ടമാണ് എന്ന് പറയുന്നതിന് ചിലർക്ക് വല്ലാത്ത പ്രയാസം. അതെന്താ അപ്പൊ അങ്ങനെ ഒരു വിവാദം? മന്ത്രി പണിയെടുക്കണില്ലേ? ഞാൻ ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായി ചെയ്യണുണ്ടോ? കായിക മന്ത്രിയുടെ ജോലി കറക്റ്റ് അല്ലേ? ചരിത്രത്തിൽ കായിക മേഖലയിൽ നാഷണൽ ഗെയിംസിൽ ഏറ്റവും മോശപ്പെട്ട പ്രകടനമാണ് നമുക്ക് കാഴ്ചവെക്കേണ്ടി വന്നത്. പ്രിയപ്പെട്ട കായിക പ്രേമികളെ, കുമ്പളത്തിന്റെ തിരകക്കുറിയായ കുമ്പളം ബ്രദേഴ്സ് എന്റെ നേതൃത്വത്തിൽ പുറത്തുനിന്നൊരു കപ്പടിച്ചു വരും വളരെയധികം സന്തോഷത്തോടെ ഞാൻ അറിയിക്കുകയാണ്. കഴിഞ്ഞ 4 വർഷം ഒറ്റ ടൂർണമെന്റ് ജയിച്ചിട്ടില്ല. അങ്ങനെ വിവാദത്തിന് ടോസ് ഇട്ടു. ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ഒരു ഭാഗത്തിറങ്ങി കളി തുടങ്ങി. ഇപ്പോ ഒരു വിവാദം നടന്നുകൊണ്ടിരിക്കുന്നില്ലേ? ആ വിവാദം ആരാ സ്പോൺസർ ചെയ്തത്? തീർച്ചയായിട്ടും അതിൻ്റെ ഉത്തരവാദികൾ കേരളത്തിൻ്റെ സ്പോർട്സ് മന്ത്രി, സ്പോർട്സ് കൈകാര്യം ചെയ്യുന്ന സ്പോർട്സ് കൗൺസിലുമാണ്. കളി നോക്കുമ്പോൾ ക്യാപ്റ്റനെ കുറ്റം പറയണേ ടീം സ്പിരിറ്റ് അല്ല. നാഷണൽ ഗെയിംസിൽ മോശം പ്രകടനത്തിന് കാരണം കായിക വകുപ്പാണ്. ഇതിലും മോശം പ്രകടനത്തിന് മുമ്പുണ്ടായിരുന്നു. അല്ല, ഇതിന് മുന്നപ്പോ ആരെയെന്ന് മന്ത്രി? നിരവധി അവാർഡുകൾ ലഭിച്ച ഒരു ബുദ്ധിജീവി. ബുദ്ധിജീവിയാണെങ്കിൽ തെറ്റ് വരാൻ സാധ്യതയല്ല. ഭൂമി പരന്നതാണെന്നാണ് സാങ്കല്പികത്വം. അന്ന് പഠിപ്പിച്ചതും ഭൂമി പരന്നതാണ്. ഇന്നതാണോ പഠിപ്പിക്കുന്നത്? ഇത് അണ്ഡാകൃതിയിലാണ്. പക്ഷെ ആ ബുദ്ധി നമുക്ക് അധിക കാലം അങ്ങോട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റിയില്ല. ഷട്ടപ്പ് എന്ന് പറഞ്ഞു. അന്നത്തെ ആ ഷട്ടപ്പ് തെറ്റിപ്പോയോ? അന്ന് എതിർത്തത് അന്നത്തെ കാലഘട്ടത്തിൽ ശരിയാണ്. ശരി, അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തില് ഇന്നത്തെ മന്ത്രിനെ കുറ്റം പറയുന്നത് ശരിയാണോ? ഈ പറയുന്ന കക്ഷി ഒരു സംഘടനയുടെ പ്രസിഡന്റാണ്, ഹോക്കി. അദ്ദേഹത്തിന്റെ ഇനം ഹോക്കി എൻ്റെ അറിവിൽ കഴിഞ്ഞ 10 വർഷമായി ക്വാളിഫൈ ചെയ്തിട്ട്. അപ്പൊ ഇപ്പൊ ആരാണ് പ്രശ്നക്കാര്? മന്ത്രിയോ അതോ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റോ? കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഒരു സൈക്കിള് ആ കുട്ടികൾക്ക് സ്പോർട്സ് കൗൺസിലിൻ്റെ വകയായിട്ട് എക്യുപ്മെൻറ്റ്സ് ആണല്ലോ കൊടുക്കേണ്ടത്, വാങ്ങിക്കൊടുത്തു എന്ന് പറയാൻ കഴിയുമോ? ഒരു സൈക്കിള്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സൈക്കിൾ വാങ്ങിക്കണം 5, 6, 7, 8 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള സൈക്കിൾ കൊണ്ടുപോയാൽ മാത്രമേ വിൻ ചെയ്യാൻ കഴിയുള്ളൂ. ഇതൊന്നും അറിയാതെയാണ് മെഡല് കുറഞ്ഞതിനെ കുറിച്ച് വേറെന്ന് പറയുന്നത്. അതാ മന്ത്രി കേട്ടില്ലേ, സൈക്കിൾ ഇല്ലാതെ മെഡല് കിട്ടൂലെന്ന്. പക്ഷേ ഇതിനാവശ്യമായുള്ള ധനസഹായം കായിക വകുപ്പ് നൽകാറുണ്ട്. സ്പോർട്സ് കൗൺസിൽ മുഖാന്തരമോ ഡയറക്ടറേറ്റ് മുഖാന്തരം നമ്മൾ നൽകാറുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ മെസ്സിനെ കൊടുന്ന് ശരിയാക്കോ അതോ സൈക്കിൾ ഇല്ല എന്ന് പറഞ്ഞ പോലെ പറഞ്ഞയച്ച് ശരിയാക്കോ, സൈക്കിളൊക്കെ വാങ്ങിക്കൊടുത്ത് ശരിയാക്കോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം.